ബിക്കിനി ഇട്ടുകൊണ്ടൊക്കെ എന്തോ ബീച്ചിൽ ബ്യൂട്ടി കോൺടെസ്റ്റ് ആയിട്ട് നടന്നത്. ഭയങ്കര കഷ്ടമായി പോയി. വേറെ എവിടെ നടന്നാലും കുഴപ്പമില്ല. അറബ് രാജ്യങ്ങളിൽ ദുബൈയിലൊക്കെ മാറ്റം സംഭവിച്ചു, ഖത്തർ ഫാഷനൊക്കെ മാറി. അതൊന്നും ഇവിടെ പലരും അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. സൗദിയിലാണ് എല്ലാം. സൗദിയിൽ അങ്ങ് ഭയങ്കര പുണ്യപ്പെട്ട സ്ഥലം. അവിടെ ഇപ്പൊ മദ്യ ഷോപ്പ്, സിനിമാ തിയേറ്റർ, ഫാഷൻ ഷോ, അതുമല്ലെന്ന് എക്സ്പാട്രിയേറ്റ്സ് അവിടെ ജോലി ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങൾ പോലും എന്തുവാ പാറുതരണമെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം താണ്ട് കിടക്കുന്നു സൗദിയിൽ അപ്പൊ ഇത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ചില സംഘടനകൾ, എല്ലാ മുസ്ലിങ്ങളും ഒരുപോലൊന്നും അല്ല, ഇവിടെ ചില ഭയങ്കര പിന്തിരിപ്പൻ മൂരാച്ചികളായ ഈ ടീമുകളുണ്ട്. ഏത് ടീമാണെന്ന് എനിക്കറിയത്തില്ല. സുന്നിയാണോ, ഷിയാണോ, മുജാഹിദാണോ, അതോ ഇനി എന്താ സൂഫിയാണോ, സലാഫിയാണോ, ഇങ്ങനെ കുറെ ഗ്രൂപ്പുണ്ട്. ഇപ്പൊ മർത്തോമയാണോ, ഓർത്തഡോക്സ് ആണോ, കാത്തലിക് ആണോ, പെന്തക്കോസ്റ്റ് ആണോ, CSI ആണോ, അത് വേറെ എന്തെങ്കിലും ആണോ, ഹിന്ദുക്കളാണെങ്കിൽ നായരാണോ, ബ്രാഹ്മണനാണോ, ഈഴവനാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ പല സാധനങ്ങളുണ്ടല്ലോ, നമ്പൂരി, മേനൻ. അതിനകത്ത് ഏതാണെന്ന് അറിയത്തില്ല. ഏതോ ഓളുകൾക്ക് ഭയങ്കര നിർബന്ധമാണ് പർദ്ദ ഇട്ടേ പറ്റത്തുള്ളൂ. പർദ്ദ ഇടാതെ പറ്റത്തില്ലെന്ന് അവർക്ക്. എന്നിട്ട് ഒരു ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ട്, ഈ നാറികളുണ്ടല്ലോ, നശിച്ചവന്മാർ, ഈ മതപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വിവരദോഷികളുണ്ടല്ലോ, പൊട്ടന്മാര്. ലോകത്ത് ഇത്രയും വലിയ പൊട്ടന്മാർ വേറെ കാണത്തില്ല. ഈ മതപണ്ഡിതൻ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കൊടുത്ത്. അച്ഛന്മാര് സെക്കൻഡ്, സ്വാമിമാർ പിന്നെ അധികം പരിപാടി കയറത്തില്ല. ഇങ്ങനെ കാവ്യൊക്കെ കൊടുത്ത് പൂശി അവിടെ ഇടയ്ക്ക് പോയി ഇരിക്കത്തേക്കുള്ളൂ. മുടിയും തടയൊക്കെ വളർത്തി കുളിക്കാതെ പോയി ഇവിടെ ഇരുന്നോളൂ. എന്നിട്ട് തുണിയും പറിച്ച് കൊടുക്കുന്ന കുറെ നാറികൾ ഇന്ത്യയിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വിഡ്ഢികൾ എന്ന് പറയുന്നത്, ഏറ്റവും മണ്ടത്തിനും പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം മതപണ്ഡിതൻ, അല്ലെങ്കിൽ മുല്ലാക്കാന്നൊക്കെ പറഞ്ഞ ഐറ്റങ്ങളാണ്. ഈ പൊട്ടന്മാര് പറയുന്നതാണ് ഈ പറഞ്ഞ പരിപാടി. അല്ലാത്തവർക്കൊക്കെ ഇച്ചിരി പുരോഗമനം മനസ്സിലായവർക്ക്, പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്കാർക്ക് ഈ മണ്ടത്തിൽ നിന്ന് കൂടി രക്ഷപ്പെടും. ഇപ്പോൾ ആൾക്കാർ അതിനകത്തൊന്നും പിടിക്കാൻ കിട്ടാതെ ഈ പെണ്ണിനെ എന്നിട്ട് പർദ്ദ ഇടിച്ചു. ഇവള് തിയേറ്ററിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമേ ദൂരത്തുള്ളൂ. കാരണം എന്താ പറയുക, പുറത്തെങ്ങാനും വെച്ച് ഇതേപോലെ തന്നെ ബോധമില്ലാത്തവർ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ശല്യം, ഭയങ്കര ശല്യം, ഇവന്മാരെ കൊണ്ടങ്ങ് ഭയങ്കര ശല്യം. ആ ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ പെൺകുട്ടി അതൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ കൂടെ ആയപ്പോഴേ സൗദി കുഴപ്പമില്ലെന്ന്. സൗദിയിലാണ് ഏറ്റവും സ്ട്രിക്റ്റ്. പിന്നെ ദുബൈയിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അറിയാത്ത പോലെ ഇരുന്ന ഇവരൊക്കെ. അവിടെയൊക്കെ ഈ പറഞ്ഞ ഒറിജിനൽ ആൾക്കാർ ആരാ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബ്സ് ആണ്. അല്ലാതെ ഇവിടെ ഉള്ളവന്മാരെല്ലാം മതം മാറ്റിയേക്കും ഇവിടെ ഉള്ളവര്. അല്ലാതെ വേറെ വഴിയില്ല. വേറെ എന്തുവാ എന്നാ പിന്നെ ഇത്രയും ഒറിജിനൽ ആണേൽ എന്തുകൊണ്ട് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഒരു അറബി പോലും ഇവിടെ നിന്ന് പോയവന്മാർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നില്ല? സിമ്പിളായിട്ട് ആലോചിച്ചാൽ പോരെ. അതുപോലും ചിന്തിക്കാൻ ശേഷിയില്ല. എന്നിട്ട് അറബി ആവാൻ കുറെ പേര് ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. അറബി അനുകരിക്കാൻ എളുപ്പമാണല്ലോ. കുറെ ഉടുപ്പൊക്കെ ഇട്ട്, എന്തോ അറബി വേഷമൊക്കെ ഇട്ട്, മുടിയും താടിയൊക്കെ വെട്ടി, താടി ഷേപ്പ് ചെയ്ത്, സലാമു അലൈക്കും വാലൈക്കും സലാം, ഒരു കുഴപ്പമിടാൻ പോകും, ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ മതിയല്ലോ. അത് എളുപ്പമായതുകൊണ്ട് എന്താ, പിന്നെ കാറ് കറക്കണം, വേഷം കെട്ട മെയിൻ, പിന്നെ വെളുത്തിട്ട് പാറുക, ഇങ്ങനത്തെ പരിപാടിയുള്ളൂ. വെസ്റ്റ് ഈ പറഞ്ഞ പോലെ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ ജീവിക്കുന്ന. ഇപ്പൊ ലണ്ടനിലൊക്കെ ഉള്ളവരൊക്കെ ഒരു ഫാഷൻ കണ്ടാലും അതുപോലെ അത് അവിടെ അനുകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പോരാത്തതിന് വണ്ടിക്കാർ ബൈക്ക് ചാടിക്കുന്നു, സൈക്കിൾ ചാടിക്കുന്നു, മലയെ കൂടെ നിരങ്ങി ഇറങ്ങുന്നു. ഈ ഡെസർട്ടിൽ കിടന്ന് പൂടി ഉറപ്പിക്കുന്ന പരിപാടി അല്ല അത്. ഡെസർട്ടിൽ കിടന്ന് പൂടി ഉറപ്പിക്കുന്ന പൊട്ടന്മാർ അറബികൾ കിടന്നുകൊണ്ട് വണ്ടിയുടെ മികവ് കൊണ്ട് ആ ഡെസർട്ടിൽ കിടന്ന് കുറെ വേലയെ കാണിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, വണ്ടിയിൽ 2 വീലിൽ ഓടിക്കുന്ന പരിപാടി അത് കൊള്ളാന്ന്, നല്ലതാണ്. അല്ല വേറെ എല്ലാം കണക്കാം. വിഡ്ഢിത്തരന്മാർ കാണിക്കുന്നത്, വിവരമില്ലാത്തവന്മാർ കാണിക്കുന്ന എന്ത് സാധനം പൊട്ടത്തരായി പോകും. മറ്റേതെന്ന് വെച്ചാൽ ഇപ്പൊ റെഡ് ബുള്ളിന്റെ പരിപാടിയൊക്കെ കാണണം. ഈ അഡ്വഞ്ചർ, ഈ ബൈക്കൊക്കെ പറന്ന് വന്നിട്ട് അവത്തെ തൂങ്ങിക്കിടന്ന് ആടി നമുക്കത് കണ്ടോണ്ടിരുന്ന ഭയങ്കര ടെൻഷനാവും, ഭയങ്കരമായി പോകും. അത് കണ്ട ഭയങ്കര അഡ്വഞ്ചറാ. പിന്നെ പറക്കുമല്ലേ ആൾക്കാരൊക്കെ, ഇവന്മാരെ കൊണ്ടല്ലേ മാറ്റും. ആ ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ വേണേൽ കുറെ എണ്ണം പറന്നു പോയി ബുർജലി കൂടെ മുകളിൽ നിന്ന് കിടന്ന് ചാടി കുറെ എണ്ണം ചാവും അവിടെ. ഈ വണ്ടി ഓടിച്ചും നമ്മുടെ അറബി പിള്ളേർ ചാവുക കൂടുതലെണ്ണം. അത്രയും ഒന്നും ആൾക്കാർ ഈ പറഞ്ഞ മറ്റിടത്ത് ചാവത്തില്ല. ഇപ്പൊ പാർക്കർ പോലത്തെ പരിപാടി എന്തൊക്കെയാ, റോളർ സ്കേറ്റിങ്, മറിച്ച് സ്കീയിങ്, ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഈ വെസ്റ്റിലുള്ളവർ. അവരുടെ പരിപാടി ഭയങ്കര രസമാണ്. അതൊന്നും അനുകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് അനുകരിക്കാൻ പോയാൽ പിന്നെയുണ്ട് വേറെ പ്രശ്നമുണ്ട്, ശാസ്ത്രബോധം. പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം കൂടുതലാണ്. അവിടെ ബിൽ ഗേറ്റ്സും മറ്റേ സ്റ്റീവ് ജോബ്സും അങ്ങനെയുള്ള കുറെ പരിപാടികൾ. ഈ മ്യൂസിക് ആണല്ലോ എന്തൊക്കെ സാധനങ്ങൾ, ഏറ്റവും പുതുമയുള്ളത് പഴയ സാധനം തന്നെ, ശാസ്ത്രീയ സംഗീതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ഡാൻസോ, എന്ത് ഡാൻസ്, അറബികളുടെ ഡാൻസ്, എന്ത് ഡാൻസ്. അതുകൊണ്ട് അവന്മാരെ അനുകരിക്കുകയാണ്. ഒരുപാട് നോക്കിയെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കിടന്ന് വെട്ടു കൊല്ലുകയൊക്കെ ചെയ്താലും ബോംബ് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് അറബികളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ചില ആളുകൾ അറബികളോട് താല്പര്യമുള്ളത്. പക്ഷെ അത് ശരിക്കും ഒട്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ കൊള്ളാത്ത ടൈപ്പ് ഒരു വിവരദോഷികളാണ്. അപ്പോൾ ഒരു ബോധമില്ലാത്ത മനുഷ്യനാണ്. അത്രയ്ക്കൊന്നും വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ല. പിന്നെ നാച്ചുറൽ റിസോഴ്സ് ആണ് ഈ ഓയിൽ. അതും കുഴിച്ചെടുക്കാനൊന്നും ഇമാർക്ക് അറിയത്തില്ല. ടെക്നോളജിയൊക്കെ പുറത്തുനിന്ന് കൊണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാശ് ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധിയും ബോധവും വിവരവും ഇല്ല. അപ്പോൾ അവന്മാരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തില്ല.
ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള രാജ്യമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാജഭരണമൊന്നും അല്ലല്ലോ. പിന്നെ മതമല്ല ഇവിടുത്തെ നിയമപുസ്തകം. അപ്പൊ അവിടെ പോലും ഈ സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചെയ്തു പോകുന്നവർ പിന്നെ എന്തിനാട്ടെ നശിച്ച ഇമാർക്ക് വിവരമില്ലല്ലോ. ഇമാർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പൊട്ടന്മാരല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഈ പുരോഹിതന്മാർക്കും മതപണ്ഡിതന്മാർക്കും പറ്റിയേക്കുന്നത്. എന്തൊരു ബുദ്ധിയില്ലായ്മ. ശരിക്കും പറഞ്ഞാൽ ഇവർ സ്കൂളിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇവിടെയുള്ള പലരും അവരുടെ എന്താ പറയണ്ട ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ സ്കൂളിലൊക്കെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കും. സ്പോർട്സ് ഗെയിംസ് എല്ലാത്തിലും ഒന്നിലും അത്രയ്ക്ക് വരാത്ത, അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒരു ജോലി ഇയാളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇയാൾ ഒരിക്കലും ഈ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലി എടുക്കാനൊക്കെ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഇത് മതപുസ്തകം എന്നൊക്കെ പറഞ്ഞ സാധനം പഠിച്ചിട്ട് അത് മാത്രം അറിയാവുന്ന, ഇതിനെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം പറ്റിപ്പോയ കുറച്ച് പ്രൊഫഷണൽസ് ആണ് ഈ പറഞ്ഞ അച്ഛന്മാരും പണ്ഡിതനും മറ്റേ ഇവരുമൊക്കെ. അല്ലാതെ ഈ പെറ്റകളെ കൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല. വേസ്റ്റ് ജന്മങ്ങളാണ്. ഒന്നും അറിയത്തുമില്ല, വേറെ വലിയ കാര്യങ്ങളെ പറ്റി ഒന്നും വലിയ അറിവൊന്നും കാണത്തില്ല. ഇത് വലിയ അറിവാണെന്നൊക്കെ ചിലരങ്ങ് വിചാരിച്ചേക്കും. അതിനൊക്കെ അറിവ് കുറഞ്ഞവരുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഈ പൊട്ടന്മാരെ കാണുമ്പോൾ എനിക്ക് പൊട്ടനായിട്ട് തന്നെ തോന്നുന്നു. ഈ കുപ്പായൊക്കെ ഇട്ട് ഒരുമാതിരി വേഷവും കിട്ടും ഇമാര്, കോമാളി വേഷമൊക്കെ ഇട്ട് നടക്കുന്നതാണ്. ശരിക്കും എന്ത് ഇവരുടെ പ്രശ്നമെന്ന് എനിക്ക് തോന്നാറ്. ഈ കോമാളി വേഷം കിട്ടേണ്ട ആവശ്യമുണ്ടോ? അച്ഛന്മാരുടെ ലോഹയൊക്കെ ആണ് നൈറ്റ് പോലൊരു സാധനം. മുല്ലാക്കാണ് തലേ തുണി, തൊപ്പി, അവന്റെ വേറെ തരം ഉടുപ്പ്, ഇതൊക്കെ ഇട്ട് നടക്കുന്നതാണ്. പിന്നെ താടി ഫിറ്റ് ചെയ്യണം, എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സ്വാമിമാരാണെങ്കിൽ അതിലും കോമഡി. അവരൊരു കാവ് കൊണ്ട് കൊടുത്ത് രണ്ട് രുദ്രാക്ഷമാലയായിട്ടൊക്കെ ചേർത്ത് അതൊക്കെ പൊടിയൊക്കെ തേച്ച് കോമഡി പീസുകളാണ് ശരിക്കും പറഞ്ഞാൽ. ചൈനയെ പെട്ടെന്ന് ഒരു ദിവസം ഈ 3 ഐറ്റത്തിനെ കൊണ്ട് ഇറക്കി വിട്ട് അവരെല്ലാവരും നോക്കിയിട്ട് അതിശയിക്കും ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അവരെ കൊണ്ട് മാനസിക രോഗികളായിട്ട് ചികിത്സിക്കും. കൊറിയയിലാണെങ്കിലും അത് കിട്ടും. അമേരിക്കയൊക്കെ പിന്നെ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും മൈൻഡ് ചെയ്യാത്ത രാജ്യം അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, ശരിയല്ലേ? എന്നാൽ ചൈനയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയാണ്. ഇപ്പൊ ഇന്ത്യ ഓവർടേക്ക് ചെയ്തു ജനസംഖ്യ കാര്യത്തിൽ. അപ്പൊ എന്താണെങ്കിലും വിഷയത്തിൽ നിന്നും ഒരുപാട് തെന്നി മാറി പോകരുത് സുഹൃത്തെ. ഇനി പഠിക്കാനും വിമർശിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു സൗദിയെ കുറിച്ച് പഠിച്ചിട്ട് വിമർശിക്കും. അല്ല, എന്തൊരു ഗതികേടാ നോക്കണം. നാണക്കേട്, പലതരം നാണക്കേടും നമ്മൾ സഹിച്ചു. പക്ഷേ ഈ നാണക്കേടിന് ഇവിടുത്തെ മുല്ലാക്കന്മാരൊക്കെ എങ്ങനെ സഹിക്കുമെന്തോ. ഫോട്ടോ ഒക്കെ വരുന്ന കാണണേ, ഇനി ഇമാരെല്ലാം കൂടെ ഇളകി ചെന്ന് അവിടെ ചെന്ന് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്തോ. ഇനിയിപ്പോ ഇവര് പുറത്തോട്ട് പോയ കുറെ ആൾക്ക് യൂറോപ്പിലൊക്കെ ചെന്നിട്ട് അവിടെ ശരിയായ നിയമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ചാടുന്നവന്മാരുണ്ട്. അവന്മാരിതൊക്കെ കാണുന്നുണ്ടോ എന്തോ. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞു വരും കേട്ടോ. ഇതിന്റെയൊക്കെ പരിപാടി ഏകദേശം തീർന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു കാര്യം നടന്നേക്കുന്നത്. സൗദി പോലത്തെ രാജ്യത്ത് മദ്യം, സിനിമ, അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു. അതുപോലെ തന്നെ ബിക്കിനി ഇട്ടുകൊണ്ട് ബീച്ചിൽ നടന്നു എന്ന് കേൾക്കുന്നു. വാവ്, നല്ല സംഭവമാണ്, വളരെ നല്ല കാര്യം. എത്ര നാളെന്നുണ്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തുകയും പുതിഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഓർത്ത് ഞാൻ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞൊരു പുരുഷനും അയാളുടെ മുഖം മറയ്ക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റു സ്ത്രീകളുടെ ഓർത്ത് കാണാതിരിക്കാൻ വേണ്ടി ഇവരുടെ കണ്ണടയ്ക്കുന്നില്ല. ഒരു സ്ത്രീയെ എടുത്തിട്ട് അവളുടെ ശരീരം വേറൊരാൾ കാണരുതെന്ന് പറഞ്ഞ് പൊതിഞ്ഞു കിട്ടി നടക്കുന്ന ഒരു മാനസികാവസ്ഥ വളരെ മോശം മാനസികാവസ്ഥയാണെന്നുള്ളത് തിരിച്ചറിയാൻ ഉള്ള ബോധം ഇല്ലാത്തത് കൊണ്ടും ആക്കി എല്ലാവരും കാണാമല്ലോ ഇവിടെ. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന സാധനത്തിന് അത്ര പ്രത്യേകത ഉള്ളതാക്കി മാറ്റുകയും എന്നിട്ട് ഏത് സമയത്ത് വേണേലും മൊഴിയിടുകയും ചെയ്യാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ അത് വേറെ കിട്ടിയാലും കുഴപ്പമില്ല, അവനും പറയും ഉടനെ ഇതെൻ്റെ ഇനി ആരും കാണണം. അങ്ങനെ കുറെ മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ, ഇത്തരം പൊട്ടത്തരങ്ങൾ. പിന്നെ ആ സുന്നത്തിന് പൊട്ടത്തരം. ചുമ്മാ ഒരു തൊലി എത്തിക്കളഞ്ഞിട്ട് എന്ത് കാര്യം? വേറെ എല്ലാ മനുഷ്യർക്കും ഈ തൊലിയുണ്ട്, ഇവർ കുറച്ച് പേർക്ക് മാത്രം തൊലിയില്ല. ഇങ്ങനത്തെ വിഡിത്തരങ്ങൾ നിർത്തി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റും. അത് തമാശയല്ലേ, ഇതിന് ആവശ്യമില്ല. ഏതൊരാണിന്റെ കാര്യത്തിലും എല്ലാവരും പറയും മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടു, അവർക്ക് ഈ വസ്ത്രം കൊണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ പോരാട്ടം നടത്തുക. ഇവിടെ കിടന്നിട്ട് ഭയങ്കര സംസാരം നടത്തുന്നുണ്ട് ഈ മുസ്ലിം സ്ത്രീകളെ പൊതിഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. വലിയ നഷ്ടം സംഭവിച്ചാൽ അതിനും വലിയ നഷ്ടം മുസ്ലിം പുരുഷന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം പ്രസവിക്കുന്നത് 10 പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു, അല്ലേ വേണ്ട ഒരു 5 എണ്ണം ഉണ്ടാക്കുക. ഇതിനുള്ള ഫുഡും ഇതെല്ലാം പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നവർക്ക് അത്രയും പണിയുള്ളൂ. പക്ഷേ ഇത് കണ്ടെത്തുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് വലിയ ടാർഗറ്റാണ്. അയാൾ എന്തോരം സ്ഥലത്ത് എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. പോട്ടെ, ഈ സുന്നത്തെന്ന് സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഒരു ദിവസം ഊരിക്കളയാൻ തുണിയാണെങ്കിൽ പറ്റും. ഇത് പിന്നെ തിരിച്ചു കിട്ടുമോ? ഈ സ്കിന്ന് ഏറ്റവും സെൻസിറ്റീവ് പാർട്ട്, ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്ന ഒരു ഭാഗം വെട്ടിക്കളഞ്ഞ മനുഷ്യരായി മുസ്ലിം ആണുങ്ങൾ. അവർക്ക് വേണ്ടി ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ആണുങ്ങളായതുകൊണ്ടാണോ? പെണ്ണുങ്ങളുടെ തുണി പറിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. എന്നാൽ ഈ പറഞ്ഞ ആണുങ്ങൾക്ക് സംഭവിച്ച ഒരു എന്താ പറയുക അംഗവൈകല്യം പോലത്തെ ഒരു സംഭവം. അത് മനസ്സിലായോ? നിനക്ക് മൂക്കിന്റെ മണം നശിപ്പിക്കുക, അല്ലെങ്കിൽ നാക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നാക്കിന്റെ ടേസ്റ്റ് പോകണം, മനസ്സിലായോ? അതാണ് ഈ സാധനം. ഇവിടെ അതുണ്ട്. ഇപ്പൊ നാക്ക് എന്തിനും പ്രത്യേകതരം ദ്രാവ് വെച്ച് ടേസ്റ്റ് സംസാരിക്കാനൊക്കെ പറ്റും. നീ സംസാരിച്ചാൽ മതി, നീ രുചിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ സ്കിന്നിനുള്ളത്. ആ സ്കിൻ ഉള്ളവർക്കറിയാം ആ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അകത്തിൽ എന്തിനും തൊടുകയൊക്കെ ചെയ്താൽ ഭയങ്കര സെൻസേഷനാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഈ സ്കിൻ തന്നെയാണ് തിരിച്ച് അവരുടെ വജനയ്ക്ക് അകത്തോട്ട് വെക്കുന്നത്. അവിടെയും മുസ്ലിം ആയ ഒരു ആണിന് ട്രാൻസ്ജെൻഡർ ആവാൻ പാടാ. കാരണം അയാൾക്ക് സ്കിൻ അവിടെ പോയി, അപ്പോൾ അത്രയും സെൻസേഷൻ പോയി. പിന്നെ ആകെയുള്ളത് ആ മറ്റേ മുകളിലുള്ള ഉണ്ട സാധനത്തിലുള്ള സെൻസേഷൻ മാത്രം. അത് ക്ലിക്കായിട്ടൊക്കെ വെക്കുന്നതെന്നാകട്ടെ ആ ഒരു നെർവ് എൻഡ് ചെയ്യുന്ന സ്ഥലം. മറ്റേ തൊലി ഉള്ളിലോട്ട് അവർക്ക് അപ്പോൾ പ്ലഷർ ഇല്ല, കാരണം ആ സ്കിന്നില്ല. സ്കിന്നിന് ചെത്തി കളഞ്ഞില്ലേ? ഗീവുമായി സ്കിൻ ബാക്ക് എന്നൊരു ക്യാമ്പയിൻ നടന്നതാണ്. ചില മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ഭാരതമൊക്കെ ഒരു ഊരിക്കളയാവുന്നേ ഉള്ളൂ. ഒരുപാട് സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അപ്പോഴും ഉണ്ട്. പുരുഷന് അതും ഇല്ലായിരുന്നു.
പക്ഷെ ഇവിടെ സംസാരിക്കുന്ന മൊത്തം സ്ത്രീക്ക് പൊതിഞ്ഞ് കിട്ടി. എനിക്കൊന്നും ഇവന്മാർക്കെല്ലാം കാണാനുള്ള താല്പര്യം കൊണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നു. മറ്റേതാകുമ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലോ, അവന്റെ പോയാൽ എനിക്കെന്താ എന്നുള്ളൊരു സാധനം. മറ്റേതല്ല, ഈ സ്ത്രീകളൊക്കെ അങ്ങനെ പൊതിഞ്ഞ് കിട്ടി, നിന്റെ ഓർത്ത് ഞാനും കാണണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാരുണ്ടല്ലോ, അവരായിരിക്കും ചിലപ്പോൾ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചായതുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയും മറ്റു വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാനാളുണ്ട്, ഭയങ്കര സംഭവമാണ്, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്ന പരിപാടിക്കകത്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ടാണ് ഈ സാധനമൊക്കെ ചർച്ചയാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേതാണ് കൂടുതലാവുന്നത്. കാരണം അത്രയും സെൻസേഷനുള്ള, അത്രയും പ്ലഷറും ഒരു മനുഷ്യന് കൊടുക്കുന്ന, അത് ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു സാധനം, ബാക്കിയുള്ള മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്തൊരു കുഴപ്പം എനിക്കുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും അവൻ എന്തോ ഭയങ്കര പ്രശ്നക്കാരനായിട്ട് മാറുകയും ചെയ്തിട്ട് അവൻ തന്നെ തീരുമാനിച്ചിട്ട് അവൻ തന്നെ അവന്റെ തലമുറയെ മാറ്റിക്കൊണ്ടിരിക്കുക, വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എക്കോയും കൂടെ ഇട്ടാൽ അവന്മാരുടെ സ്പീച്ച് പോലാവും. മുല്ലാക്കയുടെ സ്പീച്ചിന് മാത്രം ഒരു എക്കോ. അതെന്തിനാണ് എനിക്കത് മനസ്സിലാക്കില്ല, എന്തിനാ എക്കോ എന്നുള്ളത് ഒരു പിടിക്കുന്നത്. ഇതിന്റെ ഒരു ഓർഗൻ ഇട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർമാരുടെ പ്രസംഗം പോലെ ആയനെ. എനിക്കത് അറിയത്തില്ല, ഇൻസ്ട്രുമെന്റ് ഒന്നും വാങ്ങിക്കാൻ അറിയാറില്ല, എല്ലാം കാണിച്ചു തന്നെ. പക്ഷെ എന്നാലും ഇത് രസമുണ്ടല്ലോ ഇങ്ങനെ. ഈ പറഞ്ഞ പാസ്റ്റർമാരുടെ പ്രസംഗം ഇങ്ങനെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം ഇങ്ങനെ യേശുവേ യേശുവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ശബ്ദം കേൾപ്പിക്കും. അപ്പൊ ശരിയെന്നാ എക്കോ ഇട്ടിട്ട് നമുക്ക് വേണേ ഒരു മുല്ലാക്കിയായിട്ട് കുറച്ച് മീശ പിടിച്ച് കഴിഞ്ഞാൽ താടി വിറ്റ് തൊപ്പിയൊക്കെ വെച്ചിട്ട് എക്കോ ഇട്ട് ആര് പ്രസംഗിച്ചാലും മുല്ലാക്കിയാണ്. പക്ഷെ വിഡ്ഢിത്തരം പറയണം, അത്രേ ഉള്ളൂ. വിവരദോഷം പറയണം, വെളിവില്ലായ്മ കാണിക്കണം. പറ്റിയ മദ്രസയിൽ പോയി പഠിപ്പിച്ചിട്ട് കൊച്ചിനെ പിടിപ്പിക്കണം. വാ, സർട്ടിഫൈഡ് മുല്ലാക്ക അല്ലെങ്കിൽ സർട്ടിഫൈഡ് മദ്രസ അധ്യാപകൻ, അത്രയൊക്കെ ഉള്ളൂ. വലിയ സംഭവം ഇല്ല. ഇതൊക്കെ മഹാ കോമഡിയാണ്, കണ്ടേക്കുന്നവർക്കെല്ലാം.